Good morning, everyone. This is മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനിറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ എന്താണ് മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനിറ്റ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാം. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ റെഡി ആയിട്ട് പോകുമ്പം അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും റെഡിയാകുമ്പോൾ കേട്ടുകൊണ്ടിരുന്നത് പോഡ്കാസ്റ്റുകളായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷണൽ ടോക്സോ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് കൂടുതലായിട്ടും നമ്മളെ ആ ഒരു ഡേയിൽ നല്ല ആക്റ്റീവായിട്ട് വയ്ക്കാനും അതോടൊപ്പം വളരെ പോസിറ്റീവായിട്ട് വയ്ക്കാനും ഹെൽപ്പ് ചെയ്തിരുന്നു. ചിലപ്പോൾ അവർ പറയുന്ന ആ ഒരു അരമണിക്കൂർ വീഡിയോയിലത്തെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ അവർ ആ വീഡിയോസിൽ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സെൻറ്റൻസുകൾ, ചില കോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ഡേ മൊത്തം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ച സമയത്താണ് ഞാൻ വിചാരിക്കുന്നത്, രാവിലെ ഒരു മോർണിംഗ് കോഫി എന്ന് പറയുന്ന ഒരു ടോക്ക് വെക്കുകയാണെങ്കിൽ ഇതേപോലെ രാവിലെ കോളേജിലേക്ക് റെഡി ആയിട്ട് പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ പോകുമ്പോൾ, എസ്പെഷ്യലി ഇപ്പം ഞാനൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് കൂടുതലായിട്ടും പണ്ടൊക്കെ പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പോഡ്കാസ്റ്റുകളും അല്ലെങ്കിൽ മോട്ടിവേഷണൽ ടോക്സൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ഈ രാവിലെ നമ്മൾ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇയർഫോണൊക്കെ വെച്ച് ഇത് കേട്ടുകൊണ്ടിങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിഷ്യൽ നമുക്കുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ എല്ലാവരും നമ്മളോട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് പാടെ ഡൂം സ്ക്രോൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഒത്തിരി നേരം ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കരുതെന്നൊക്കെ. പക്ഷേ ഈ ശ്രദ്ധിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ശ്രദ്ധിക്കണം എന്നുകൂടെ അവർ പറയുന്നില്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് രാവിലത്തെ ആ ഒരു സമയത്തായിരിക്കും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സമയം. ആ സമയത്ത് നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മൾ എന്ത് കൊടുത്താലും അത് വളരെ നന്നായിട്ട് അത് ഗ്രാസ്പ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പം നമ്മുടെ ഈ ഒരു ടോക്ക് ഷോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ രാവിലത്തെ സമയത്ത് ഇവിടെ കാണാൻ വേണ്ടി ഭംഗിയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഫോൺ ഓണാക്കി വെച്ചതിന് ശേഷം കേൾക്കാനുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. നമുക്കറിയുന്നത് പോലെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആർക്കും ഒന്നിനും ഒരു സമയമില്ലാത്തൊരു കാലമാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫോൺ ഒരു ഭാഗത്ത് ഓണാക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനൊക്കെ കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിനൊക്കെ ഒരു ചെറിയൊരു തടസ്സം ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്കും ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ റിംഗ് ലൈറ്റ് കേടായി, പിന്നെ ആണെങ്കിൽ ഭയങ്കര മഴയായിട്ട് വോയിസ് ക്ലാരിറ്റിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അതൊരു പ്രോമിസ് ആണല്ലോ ഇന്ന് വീഡിയോ ഇടുന്നുള്ളത്. നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കേട്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് രാവിലെ തന്നെ കേൾക്കാൻ താല്പര്യമുള്ള പോസിറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ ആ ടോപ്പിക്സിനെ കുറിച്ച് ഒന്ന് പഠിച്ച് പ്രിപ്പയർ ആയതിനു ശേഷം അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കമൻറ്റ് പോലെ നമുക്ക് പുതിയ പുതിയ ടോപ്പിക്കുകൾ നോക്കാം. ഇന്ന് ഞാൻ വളരെ ചെറുതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പാഷനെ കുറിച്ചാണ്. എപ്പോഴും നമ്മുടെ ലൈഫിൽ പാഷനേറ്റ് ആയിരിക്കുക. എന്ത് കാര്യത്തിനോടായാലും ലൈഫിൽ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യവും തമ്മിൽ പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ലൈഫിൽ ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് എഴുതുക, വായിക്കുക, സംസാരിക്കുക.
എൻ്റെ ഒരു സംസാരം കാരണം ഒരാൾക്കെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തോന്നുക എന്നുള്ളതൊക്കെ. അതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ എപ്പോഴും പാഷനേറ്റ് ആയിരിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ കുറച്ച് കാലം മുന്നേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഇഷ്ടമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ലൈഫിൻ്റെ ഏതൊക്കെയോ ഒരു പോയിന്റിൽ വെച്ചിട്ട് സമയമില്ല എന്ന് പറയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് അത്രയും നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക് ഇതല്ലായിരുന്നു സംസാരിക്കാൻ വേണ്ടി. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഈ വീഡിയോ എടുക്കാതെ ഇരിക്കാനുള്ള കാരണങ്ങളാണ് എനിക്ക് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഞാൻ വളരെ നല്ല അലർജിക് ആയിട്ടുള്ള ഒരാളാണ്. നന്നായിട്ട് മോർണിംഗ് റൈനൈറ്റിസിൻ്റെ ഇഷ്യൂ ഉള്ള ആളാണ്. അതൊന്നും കൂടാതെ രാവിലെ തന്നെ എൻ്റെ റിംഗ് ലൈറ്റ് കേടായി. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, നല്ല മഴയുണ്ട് ഇവിടെ. അപ്പം എൻ്റെ വോയിസ് ക്ലാരിറ്റിക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് തുടങ്ങും എന്ന് പറഞ്ഞൊരു കാര്യം. എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും തുടങ്ങും. അപ്പോഴാണ് നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ ചെറുതായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഒരു പാഷനും നമുക്ക് ലൈഫിൽ തുടങ്ങാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരുടെയെങ്കിലും ലൈഫിൽ എല്ലാം ഓൺ പോയിന്റിൽ എല്ലാം പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ട് വരുന്ന സ്റ്റേജസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട പോലത്തെ ഒരു ഇൻട്രോ വീഡിയോ അല്ല ഇത്. നല്ല ലൈറ്റൊക്കെ വെച്ച് ട്രൈപോഡിൽ നല്ല ഭംഗിയായിട്ട് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ലൈഫിൽ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാണ് ചെയ്യാനുള്ള കാരണങ്ങളെക്കാൾ കൂടുതലായിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ പാഷനേറ്റ് ആയിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറേ ദൈവം തന്നിട്ടുള്ളൂ. ആ 24 hours അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും പോട്ടെ, ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മളിന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട്, നമുക്ക് നമ്മൾ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് തോന്നുന്ന നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ഇന്ന് നിങ്ങളെല്ലാവരും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പറ്റുന്നത് പോലെ ഞാനും എൻ്റെ യൂട്യൂബ് ജേണിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 60 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ആ 60 പേരെയും ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് അവരോട്, വളരെ റെസ്പെക്റ്റ്ഫുള്ളാണ് അവരോട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോലും ചെയ്തത്. പക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ നന്നായിട്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ നല്ല ഓഡിയോ ക്വാളിറ്റിയോട് കൂടെ, അതിലൊക്കെ ഉപരി നല്ല കണ്ടന്റ് ക്വാളിറ്റിയോട് കൂടെ നിങ്ങൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും എൻ്റെ സൗണ്ട് കൊണ്ടോ എൻ്റെ സംസാരം കൊണ്ടോ എന്തെങ്കിലും ഒരു നേട്ടം, എന്തെങ്കിലും ഒരു ഗുണം കിട്ടണമെന്ന് അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ചിലപ്പം കാണാൻ കണ്ണിന് ഇമ്പമുള്ള കാര്യങ്ങൾ കുറവായിരിക്കും, പക്ഷെ എവിടേക്കോ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഹെൽപ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാർ, അതേപോലെ റെഡിയായിട്ട് കോളേജിലും സ്കൂളിലും ജോലിക്കും ഒക്കെ പോകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് സമയം, ഇനിയിപ്പം എൻ്റെ വീഡിയോ തന്നെ കാണണമെന്ന് പോലും ഞാൻ പറയില്ല, പക്ഷെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംസാരം, ഒരു ടോക്ക്, ഒരു പോഡ്കാസ്റ്റ് അത് കേൾക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരും. എൻ്റെ ലൈഫിൽ പേഴ്സണലി ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ കൂടുതലായിട്ട് പണ്ടൊക്കെ പാട്ടൊക്കെ കേട്ടിട്ടാണ് റെഡി ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഈ സംസാരത്തിന് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ വലിയൊരു പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയും. കാരണം നമ്മൾ അറിയാണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇവർ ഈ പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കയറുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പാടെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ എടുത്തിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലോട്ട്, ഈ ലോകം അങ്ങനെയാണ്, ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ ഒരു 2-3 ദിവസം കൂടി നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ഓഡിയോ ക്വാളിറ്റിയോട് കൂടെ നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കാണാനുള്ളതിനേക്കാളും കൂടുതൽ കേൾക്കാനാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒത്തിരി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഈ ലോകത്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, വായനയെക്കുറിച്ച്, എഴുത്തിനെക്കുറിച്ച്, നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ പാഷനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ് വളരെ ലേറ്റായിട്ട് കിടന്നിട്ട് കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നൊരു സമയമായിരിക്കും. ഇറ്റ്സ് ഓക്കെ. എഴുന്നേറ്റതിന് ശേഷം എല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ പോലെയല്ല, നമ്മൾ നാളെ തൊട്ടിട്ട് ഓരോ ടോപ്പിക്സിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുക. അപ്പം ഒരു ലോങ് വീഡിയോയും ഒരു ഷോർട്സുമാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പം എല്ലാവരും ഇന്ന് ഒരു കാര്യം ചെയ്യുക, ചിരിക്കുക, സ്മൈൽ ചെയ്യുക. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം നന്നായിട്ടൊന്ന് ചിരിക്കാൻ നോക്കുക. നമ്മുടെ എതിരെ വരുന്ന ആൾ ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് മറ്റുള്ളവർ നമ്മളോട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവരോട് ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ നമുക്ക് ഇതേ സമയത്ത് കാണാം. ബൈ.